ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ നിറവും വെളുപ്പിലും മാത്രമല്ല. നിറം ബ്ലാക്ക് ആയാലും വൈറ്റ് ആയാലും നമ്മളെ ജനിപ്പിച്ചത് നമുക്ക് നമ്മുടെ അപ്പനമ്മയിൽ നിന്നായാലും അത് ദൈവം അനുഗ്രഹിച്ച് തന്ന നിറവും വെളുപ്പുമാണ്. അത് മനസ്സിലാക്കാതെ കറുത്തവരെ മാറ്റി നിർത്തുകയും അവരെ ആക്ഷേപിക്കുകയും അതേപോലെ തന്നെ എല്ലാ മക്കളും ഒരേപോലെ ആവില്ല. വിദ്യാഭ്യാസ യോഗ്യതയിലായാലും അവരുടെ സാഹചര്യം മൂലം അവർക്ക് അത് പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കാം. ഒരിക്കലും ഒരു വ്യക്തികളും, പ്രത്യേകിച്ച് ഞാൻ പറയാലോ, ഇപ്പം നിങ്ങൾ പറയും എന്തിനാണ് കന്യാസ്ത്രീമാരോട് നിങ്ങൾക്ക് ഇത്ര വൈഷമ്യം ഞാൻ 19 വർഷം ഒരു കോൺവെൻറ്റിൽ ജോലിക്ക് നിന്നതാണ്. ഈ 19 വർഷം ഞാൻ ജോലിക്ക് നിന്നിട്ട് മാനസികമായ പീഡനം സഹിച്ചു ഞാൻ. അതിൽ എല്ലാവരും അതുപോലെ ആവണമെന്ന് ഞാൻ ഇപ്പം 100-ൽ ഒരാളൊക്കെ നന്നാവാം ഓരോ സാഹചര്യങ്ങളിൽ ആയിരിക്കാം. എന്നാലും ഞാൻ പറയല്ലോ, കന്യാസ്ത്രീമാർ ദൈവത്തിൻ്റെ മാലാഖമാരാണെന്നാണ് എല്ലാവരും പറയണത്. ഞാൻ പറയല്ലോ, സെൻറ്റ് ജോസഫ് കാത്തോലിക്ക ലത്തീൻ കോൺവെൻറ്റിലെ കന്യാസ്ത്രീമാർ, സിസ്റ്റർ നവീന, ആ ബാച്ചിലുള്ള കുറേ സിസ്റ്റേഴ്സ്, ഇവർ ശരിക്കും സാത്താന്മാരാണ്. ഇത് മാനസികമായിട്ട് 5 വർഷം ഞാൻ പീഡനം സഹികെട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ആ കന്യാസ്ത്രീ ആൾക്കാരോട് പറഞ്ഞ് നടക്കുകയാണ്, ഞാൻ ആ കുട്ടീനെ പറഞ്ഞു വിടില്ല, മാനസികമായി ഞാൻ പീഡിപ്പിച്ചിട്ട് ഇറക്കി വിടും. നമ്മൾ സ്വയം ഇറങ്ങിപ്പോരേണ്ട ഗതികേട് വന്നു. ഒരിക്കലും ഏത് പാവപ്പെട്ടവനായാലും പണക്കാരനായാലും ഒന്ന് ചിന്തിക്കുക. പാവപ്പെട്ടവൻ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജീവിക്കണം. പണക്കാരന് കാശിൻ്റെ മീതെ കിടക്കണമെന്ന് അറിയണില്ല, വിശപ്പിൻ്റെ ദാഹത്തിൻ്റെയും വില അറിയുന്നില്ല. എന്നാലും നമ്മൾ ഒരിക്കലും ഒരാളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ട് ഒന്നും സമ്പാദിക്കുകയില്ല. ഇപ്പോൾ ഒരു പണക്കാരൻ ഒരു പാവപ്പെട്ടവനെ വേദനിപ്പിച്ചാൽ നാളെ ആ വേദനിപ്പിച്ച പാവപ്പെട്ടക്കാരനല്ല തിരിച്ചു തരിക, അത് വേറെ ആൾ വഴിയായിരിക്കും തിരിച്ചു തരിക. അത് മനസ്സിലാക്കുക. ദൈവം ഒരാളുണ്ടെങ്കിൽ എന്നും ദൈവത്തിൻ്റെ വഴിയിൽ നമ്മൾ ദൈവത്തിൻ്റെ, ഒരു ഹിന്ദു ആയാലും ക്രിസ്ത്യനായാലും മുസ്ലിം ആയാലും ആരായാലും അത് ആ ദൈവത്തെ വടിവെട്ടി എറിയാതെ നിങ്ങൾ സൂക്ഷിക്കുക. അത് നിങ്ങൾക്ക് നല്ലത്. പിന്നെ മാനസികമായ പീഡനം സഹിക്കാൻ വയ്യാണ്ടിയാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. അതേപോലെ ഏത് മനുഷ്യനും മനസ്സൊരുക്കി ഒന്ന് ദൈവത്തെ വിളിച്ച് ദൈവം തിരിഞ്ഞു നോക്കും. അതുകൊണ്ട് ദൈവം നമ്മളെ തോൽപ്പിക്കില്ല. മനുഷ്യൻ ഒരാൾ തോൽപ്പിച്ചാൽ പോലും ദൈവം ഒരാൾ തോൽപ്പിക്കില്ല എന്ന് വിശ്വാസത്തോടെയാണ് ഞാൻ പറയണത്. പിന്നെ നമ്മുടെ മനസ്സിൽ പല വിഷമങ്ങളും സങ്കടങ്ങളും ഇതുകളൊക്കെ ഉണ്ട്. എല്ലാവരും അത് മനസ്സിലാക്കണം. പിന്നെ ഒരു കാര്യം പറയട്ടെ, ആർക്കെങ്കിലും എന്നെ സഹായിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ മോൾക്കൊരു ലാപ്ടോപ്പ് ഒന്ന് സംഘടിപ്പിച്ച് തരാൻ പറ്റുമെങ്കിൽ വലിയ ഉപകാരമായി. നമുക്കത് മേടിക്കാൻ കാശില്ല. എൻ്റെ മോളൊരു എൻജിനീയറിങ്ങിനാണ് പഠിക്കുന്നത്, ഡിപ്ലോമയ്ക്കാണ്, ഗവൺമെൻറ് എൻജിനീയറിങ് കോളേജിലാണ് പഠിക്കുന്നത്. നമുക്ക് വീടിൻ്റെ കുറേ കടങ്ങളുള്ളത് കൊണ്ട് 13.5 ലക്ഷം രൂപ നമുക്ക് കടങ്ങളുള്ളത് കൊണ്ട് നമുക്കത് വാങ്ങി കൊടുക്കാൻ പറ്റുന്നില്ല. അവൾക്കത് ആവശ്യമാണ്. സഹായിക്കുമെന്ന് വിനയത്തോടെ അപേക്ഷിക്കണം. ആരും ഒന്നും തന്നില്ലെങ്കിലും വേണ്ടില്ല, കളിയാക്കരുത് ഒരിക്കലും.